എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ശരിക്ക് വളരെ രസമായിട്ടുള്ള ഒരു കുട്ടിക്കാലമായിരുന്നു. ശരിക്കും ഞാനൊരു 68 ജനിച്ചത്. ഞാൻ മലപ്പുറത്ത് വെളിയങ്കോട് എന്നുള്ളൊരു ഗ്രാമത്തിലാണ്. ഉമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് മിഡ് വൈഫാണ് ഡെലിവറി എടുത്തതെന്നുള്ളത്. ഒരു വെള്ളപ്പൊക്കത്തിലായിരുന്നു എന്നെ പ്രസവിച്ചതെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് കുഞ്ഞിലെ ശരിക്ക് എക്സിമ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മേലാസകലം ഇങ്ങനെ വ്രണങ്ങളൊക്കെ വരില്ലേ, അതുവരെ എനിക്ക് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു കൂട്ടുകുടുംബമായിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മാനെ ഇവരെല്ലാം കളിയാക്കുമായിരുന്നു, എന്ത് കുഞ്ഞാ ഇത്, ഒരു ഭംഗിയില്ലല്ലോ, ചൊറിയൊക്കെ പിടിച്ച് നടക്കുക എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ എൻ്റെ ഉമ്മ പറയായിരുന്നു, കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ് എന്ന് പറയും. എനിക്ക് 4 വയസ്സ് തൊട്ടേ എനിക്ക് ഓർമ്മയുള്ളൂ എൻ്റെ കുട്ടിക്കാലം. എൻ്റെ അമ്മായി ടീച്ചറായിരുന്നു. അപ്പോൾ ആ സ്കൂളിൽ തന്നെ എല്ലാം ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അമ്മായി റിട്ടയർഡായപ്പോൾ ഇങ്ങനെ പിരിഞ്ഞു പോകുന്ന ഒരു സമയത്ത് നമ്മളൊരു ഫങ്ഷനൊക്കെ ഉണ്ടാവുമല്ലോ സ്കൂളിലെ ടീച്ചേഴ്സും. അങ്ങനെ എനിക്കിപ്പോഴും എനിക്ക് ഓർമ്മയാണ് എന്നെ ഡാൻസിന് വേണ്ടി കൊണ്ടാക്കി സ്റ്റേജിൽ. പക്ഷേ ഈ ചെലങ്കയുടെ സൗണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഭയാനകമായിരുന്നു. അപ്പോൾ ഞാൻ ഡാൻസ് കളിക്കാൻ എനിക്ക് പേടി. അപ്പോൾ അമ്മായി എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ സ്റ്റേജിലോട്ട് എന്നെ ഫ്രണ്ടിൽ ഒരു അമ്മയും മകളും കൂടിയുള്ള ഒരു ഇതായിരുന്നു ആ ഡാൻസിൻ്റെ മുഖ്യത്. ഒരു എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒരു അമ്മയുണ്ടായിരുന്നു അതിൽ. അപ്പോൾ എൻ്റെ കൂടെ ഒരു അമ്മയുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ, എൻ്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റേജിൽ കയറിയത്. പക്ഷെ ഇപ്പോഴും എനിക്ക് ഓർമ്മയാണ്. ഡാൻസ് ഇപ്പോഴും എനിക്കിഷ്ടമാണ് കളിക്കാനൊക്കെ, പക്ഷെ പാട്ട് പാടാൻ എനിക്കറിയില്ല. ഞാൻ എല്ലാത്തിലും മത്സരിക്കുകയൊക്കെ ചെയ്യും ഞാൻ, പക്ഷേ ചിലപ്പോൾ തോക്കും, ചിലപ്പോൾ ജയിക്കും, അങ്ങനെയാണ്. പിന്നെ നമുക്ക് സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനൊരു നേതാവൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരോടൊക്കെ ഭയങ്കര റെസ്പെക്റ്റൊക്കെയാണ് നമ്മൾക്ക്. ഞാൻ ശരിക്ക് 7ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ 9ാം ക്ലാസ്സിൽ എൻ്റെ ഫാദർ മരിച്ചു. ഒരു അക്യൂട്ട് MI ആയിരുന്നു ഫാദറിന്. അപ്പോൾ ശരിക്ക് നമ്മളെ വിദ്യാഭ്യാസം അത് 9ാം ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇനിയൊരു വർഷം കൂടെയല്ലേ ഉള്ളൂ ഹൈസ്കൂൾ അങ്ങനത്തെ ഒരു ഇതിൽ 10th. അപ്പോൾ ഞാൻ ആ ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ പോലും ഞാൻ ആ സ്കൂളിലെ ടോപ്പറായിരുന്നു. അപ്പം ഞാൻ അച്ഛൻ മരിക്കുമ്പോൾ ശരിക്ക് ബ്രദർ 7 വയസ്സിനല്ലേ എൽഡർ. അപ്പം നമുക്ക് എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല.